മാങ്ങാക്കാലവും നല്ല വെയിലും. അപ്പോൾ മാങ്ങ ഇല്ലാത്ത ടൈമിൽ യൂസ് ചെയ്യാൻ അടമാങ്ങ തയ്യാറാക്കാം. നല്ല വിളഞ്ഞ മാങ്ങ, പുളിയുള്ളത്, കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ തോലെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ ശ്രമിക്കണേ. ആവശ്യത്തിന് ഉപ്പ് ലേശം മുന്നിൽ നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ അടമാങ്ങ തയ്യാറാക്കുമ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കും. നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ ലേശം മുളക് പൊടി കൂടെ ചേർത്ത് തയ്യാറാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. കൈ കൊണ്ട് നന്നായിട്ട് തിരിഞ്ഞ് യോജിപ്പിക്കുക. ഒരു 2-3 മണിക്കൂർ അടച്ച് വയ്ക്കുക. അപ്പോൾ മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങും. അതിനുശേഷം മാങ്ങാ കഷ്ണങ്ങൾ മാത്രം വാരി വെയിലത്ത് വെച്ച് ഉണക്കുക. 1-ാം ദിവസം ഉണങ്ങിയതിന് ശേഷം ആ മിച്ചം വന്ന മാങ്ങാ നെല്ല് ഉണങ്ങിയ മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് വയ്ക്കുക. അടുത്ത ദിവസവും അതിൽ നിന്ന് മാങ്ങാ കഷ്ണങ്ങൾ വാരിയെടുത്ത് ഉണക്കാൻ വയ്ക്കുക. 2-3 ദിവസം കൊണ്ട് നല്ല വെയിലുണ്ടെങ്കിൽ ആ മാങ്ങാ നീരൊക്കെ വറ്റി വരുന്നവരെ ഉണക്കുക. 2-3 ദിവസം കൊണ്ട് നല്ലോണം അടമാങ്ങ റെഡിയായി കിട്ടും. കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്ത് നമുക്ക് ഉപയോഗിക്കാം. തൈര് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സ്വാദാണ്. ഇത് വെച്ചിട്ടുള്ള കറികളൊക്കെ പിന്നാലെ വരുന്നുണ്ട്.